എന്താണ് ഫോൺ നോക്കിയൊരു ചിരി? ഏയ് അതൊന്നുമില്ല. നമുക്ക് പോയാലോ? മഴ വരാൻ നല്ല ചാൻസ് ഉണ്ട്. നിന്നെ വീട്ടിലാക്കിയിട്ട് വേണം എനിക്ക് പോവാൻ. കുറച്ച് കഴിയട്ടടാ. മഴ വരാൻ പോകുന്നതുകൊണ്ട് തന്നെയാണോ, അല്ലെങ്കിൽ നിനക്ക് ലക്ഷ്മി അമ്മയെ പേടിച്ചിട്ടാണോ? എൻ്റെ പൊന്നേ, രണ്ടും അല്ല. കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കാം പോരെ? നീ +2 കഴിഞ്ഞ് എന്താ പ്ലാൻ? ഇവിടെ തന്നെ നോക്കാനാണോ? ഒരിക്കലും ഇല്ല. ഞാൻ പുറത്തേക്ക് എവിടെയെങ്കിലും നോക്കണം. ബാംഗ്ലൂർ എൻ്റെ ലിസ്റ്റിലുണ്ട്. അതെയോ? എന്നാ നീ പോര്, ഒന്നും നോക്കണ്ട. എടാ, അല്ലെങ്കിൽ നമുക്ക് പോയാലാ? ഉം, ഉം, നടക്കാം അങ്ങോട്ട് എന്നാ. ഞാൻ അപ്പോളേ പറഞ്ഞതാണ്. ഇപ്പൊ മുഴുവനും നനഞ്ഞപ്പോ സന്തോഷമായില്ലേ തമ്പുരാട്ടിക്ക്? ഇതൊക്കെ ഒരു രസമല്ലേ ആശേ? ഇങ്ങോട്ട് കേറ് നീ. വേണ്ടടി, ഞാൻ പോവാ. ഇങ്ങോട്ട് കേറ് ചെക്ക, ഞാൻ നിന്നെ പിടിച്ച് തിന്നത്തൊന്നുമില്ല. മഴ കുറച്ച് കുറയട്ടെ, എന്നിട്ട് പോവാം. ഓ ശരി ശരി. ഇവിടെ ഫുൾ ഇരുട്ടാണല്ലോ. ഇവിടെ ആരും ഇല്ലേ? ഇല്ലടാ, അമ്മ അച്ഛമ്മയുടെ അടുത്ത് പോയേക്കുവാ, നാളെ വരുള്ളൂ. നിനക്കിത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? എന്നാ വീട്ടിൽ നിൽക്കായിരുന്നല്ലോ. ഇവിടെ നീ ഇനി ഒറ്റക്ക് നിൽക്കൂ. അതൊന്നും സീനില്ല, ഒറ്റയ്ക്ക് നിന്ന് നല്ല ശീലമാ. നേരത്തെ മര്യാദക്ക് പഠിച്ചാൽ മതിയായിരുന്നു. ഇതൊക്കെ ഏത് ചാപ്റ്റർ? പുല്ല്, ഇതൊന്നും ഞാൻ കണ്ടിട്ടും കൂടെ ഇല്ല. എന്തായാലും മൂഡ് പോയ സ്ഥിതിക്ക് കുറച്ചേരം ഫോൺ നോക്കാം. ഇതേതാ ഈ പെണ്ണുമ്പുള്ള? അമ്മച്ചി! ഹലോ, എന്താ കൊച്ചേ? ചേച്ചു, അയാൾക്ക് ചിക്കണ്ട്. ഓ, എന്നാ അവൻ പറഞ്ഞോ? ഇല്ല, അയാൾ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അത് ഫ്രണ്ടായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ കസിൻ ആയിരിക്കും. ഗേൾ ഫ്രണ്ടിന്റെ ഫോട്ടോ ഒന്നും ഇത്ര ധൈര്യത്തോടെ ഇടൂല മെറിനെ. അന്നേച്ചി, യു ആർ ഗ്രേറ്റ്. ഞാൻ ഇനി ഒന്ന് ഉറങ്ങിക്കോട്ടെ. യെസ് ഓഫ് കോഴ്സ്. മീറ്റ് ചെയ്യുന്ന കാര്യം ഇപ്പൊ ചോദിക്കണോ? എന്ത് ചെയ്യും ഇപ്പോ? മഴ കുറഞ്ഞു. ഞാൻ ഒന്ന് ഇറങ്ങട്ടെ. ആ പിന്നെ, നാളെ ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്. നീ വരുന്നുണ്ടോ? ആടാ, ഞാൻ വരാം. എന്നാ ശരി, നാളെ രാവിലെ കാണാം. വാതിലും ജനലൊക്കെ അടച്ചിട്ട് കിടക്കട്ടോ. ഗുഡ് നൈറ്റ്. ഓ, ഇനി നിനക്കെന്താ പീക്കു? ശവം 10 തന്നെ അങ്ങോട്ട് ചീഞ്ഞോളൂ. കാര്യം എന്താന്നൊന്ന് മൊഴിയോ? എടി, അർജുൻ ഹൈദരാബാദിൽ നിന്ന് വന്നിട്ടുണ്ട്. നാളെ അമ്പലത്തിൽ വെച്ച് കാണാമോ എന്ന് ചോദിച്ചു. ഞാൻ വരാന്ന് പറഞ്ഞു. കൂടെ വരൂ. അമ്പലത്തിലോ? നിനക്ക് വല്ല പള്ളിയും പറഞ്ഞാ പോരായിരുന്നോ? അത് ശരി, അവൻ പറഞ്ഞതാ പള്ളി വെച്ച് കാണാന്ന്. പിന്നെ നിനക്ക് അമ്പലമൊക്കെ ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് കാണാന്ന് പറഞ്ഞത്. ഹിഹി, കൃഷ്ണന്റെ അമ്പലല്ലേ? ഓ, തന്നെ തന്നെ, ഒരു കൃഷ്ണഭക്ത. അതെ, നിന്റെ ഹിറ്റ്ലർ ഡാഡിയോട് പള്ളിയിൽ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയാ മതി. ഡീ അത് വേണ്ട. ഞാൻ വന്നോളാം. നീ ആ ജംഗ്ഷന്റെ വളവിന്റെ അവിടെ നിന്നാ മതി. ഓ ശരി, എന്നാ കുണുവാവ് ഉറങ്ങിക്കോ. ആ, നീ വന്നോ? അവളാക്കിയോ മോനെ? ആ അച്ഛ, അവളാക്കി. ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു മഴ പെയ്തുകൊണ്ട്. ആ, പെട്ടെന്ന് അങ്ങോട്ട് മഴ പെയ്ത്. അവരൊക്കെ എന്തു പറയുന്നു? അവിടെ ആരും ഉണ്ടായിരുന്നില്ല അച്ഛ. അവരൊക്കെ അച്ഛമ്മയുടെ വീട്ടിൽ പോയെന്ന്. ആ ബെസ്റ്റ്. എന്നിട്ട് നീ അവളെ ഒറ്റക്കാക്കിയിട്ട് പോന്നോ? ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നില്ലേ? അതിന് അവള് വരണ്ടേ? അവള് ബാംഗ്ലൂരൊക്കെ ഒറ്റക്ക് തന്നെയല്ലേ? അല്ലെങ്കിൽ നിനക്ക് അവിടെ നിന്നാ മതിയായിരുന്നു. ഇത് ബാംഗ്ലൂർ അല്ലല്ലോ. പിന്നെ ഇവൻ അവിടെ നിന്നിട്ട് വേണം ആൾക്കാരെ പറഞ്ഞേ പറയാൻ. പിന്നെ ആൾക്കാർക്ക് വേറെ പണിയില്ലല്ലോ. എന്തായാലും ഇവിടത്തെ ആൾക്കാർക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ കിടക്കാൻ പോവാ. നാളെ അമ്പലത്തിൽ പോകണം. ഭാഗ്യം, നല്ല ബുദ്ധിയൊക്കെ തോന്നുന്നുണ്ടല്ലോ. മാഡം ഉറങ്ങിയില്ലേ? ഏയ് ഇല്ല, കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്. ഇത്രയും സമയം ഉണ്ടായിട്ട് ഈ നട്ടപ്പാതിരക്ക് ഇരുന്നാണോ നീ നോട്ട്സ് എഴുതുന്നത്? യാ, എന്റെ ഷെഡ്യൂൾസ് ഒക്കെ ഭയങ്കര ബിസിയാണ്. എന്താണാവോ ഇത്രയ്ക്കും ബിസി ഷെഡ്യൂള്? അതൊക്കെ ഉണ്ട്. അതെ, സ്റ്റോറിയിലുള്ളത് ആരാ? ഗേൾ ഫ്രണ്ട് ആണോ? അമ്പോ, നിനക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ. എങ്ങനെ മനസ്സിലായത്? തേങ്ങില്ലോ നാഥാ, ഞാൻ അപ്പോഴേ അന്വേഷിച്ചതിനോട് പറഞ്ഞതാ. ഹലോ ഹലോ, പോയോ? ഏയ് ഇല്ല, ഇവിടെ ഉണ്ട്. എത്ര നാളായി റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട്? ഞാൻ ചുമ്മാ പറഞ്ഞതാ. അതെന്റെ കസിന്. ഓ ആണല്ലേ, പേടിച്ചു പോയി. നീ എന്തിനാ പേടിച്ചേ? അതൊന്നുമില്ല. എന്നാ ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്. ഇപ്പൊ മൂഞ്ചേനെ.
ഇതെന്താ മോള് പട്ടുവാടയെ കൊടുത്തിട്ട് രാവിലെ തന്നെ? ഞാൻ പള്ളി പോവാപ്പാ, വേറെ ഡ്രസ്സൊന്നും കാണുന്നില്ല. എങ്ങനെ കാണാനാ ഡ്രസ്സ്? അവിടെ ഇവിടെയൊക്കെ വാരി വലിച്ചിട്ടേക്കുമല്ലേ. പീക്കോ അല്ലെങ്കിൽ മെറി വരുന്നുണ്ടാവും പള്ളിയിലല്ലേ? പീക്കും ഉണ്ട്. അല്ലാണ്ട് എൻ്റെ പൊന്നുമോളെ പരിസരത്തേക്ക് പോവില്ലല്ലോ. ഓ പിന്നെ അങ്ങനെയൊന്നുമില്ല. അപ്പം വരുന്നുണ്ടോ? നമുക്ക് ഒരുമിച്ച് പോവാം. ഇല്ല മോളെ, അപ്പം വരുന്നില്ല. ഇന്ന് സ്റ്റോക്ക് എടുപ്പല്ലേ. കൊച്ചു പോയിട്ട് വാ. ഭാഗ്യം. എന്നാ ഞാൻ പോട്ടെ. ഇത് കുടിച്ചിട്ട് പോവണ്ടേ? സമയമാകുന്നല്ലേ ഉള്ളൂ. ഓ ഷാർപ്പ് ടൈമാണല്ലോ നീ. അതമ്മ കറക്റ്റ് ടൈമിൽ വന്ന് തന്നെ വിളിക്കുമല്ലോ. എങ്ങനെയുണ്ട് എന്നെ കാണാൻ? പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത്. പെൺവേഷം അത് നിനക്ക് തീരെ ചേരുന്നില്ല. പോടാ പട്ടി. എന്തൊരു ടൈമിങ്! എന്റെ പൊന്നെ, എന്നെ വെയിറ്റ് നേരത്തെ അവിടെ എന്ത് ചെയ്യുമായിരുന്നു? ദേ പെണ്ണുമ്പുള്ളേ, അപ്പം പള്ളി വരുന്നുണ്ടെന്നൊക്കെ ചോദിക്കണ്ടേ? വല്ലയിടത്തും വെച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്നെ പള്ളി സിമിത്തേരി നോക്കിയാൽ മതി. വാ കേറി പോകാം. എന്റെ സുട്ടുമണി അവിടെ പോസ്റ്റ് ആയിരിക്കും. ക്രിഞ്ച്. നിനക്ക് നാളെ ചിക്കാകുമ്പോ നീയും വിളിക്കും ഷിട്ടുമണിന്ന് ഷിണ്ടുമണിന്നൊക്കെ. എന്റെ പട്ടി വിളിക്കും. എന്തായാലും എഴുന്നേറ്റ സ്ഥിതിക്ക് അയാൾക്കൊരു ഗുഡ് മോർണിംഗ് ഇട്ടേക്കാം. ഗുഡ് മോർണിംഗ് ഇങ്ങോട്ടോ? അത് കൊള്ളാലോ. ഇയാളെത്ര രാവിലെ ഇങ്ങോട്ടായി പോയത്? മാതാവേ, നീ ഇത്ര നേരത്തേക്ക് എഴുന്നേക്കോ? അത്ഭുതമാണല്ലോ. അത് ഞാൻ ശൂശു കഴിക്കാൻ പോകാൻ വേണ്ടി എഴുന്നേറ്റതാ. പിന്നെ എത്ര നേരത്തെ എഴുന്നേക്കാൻ എനിക്കെന്താ ഭ്രാന്താ? തെറ്റെന്റെ ഭാഗത്ത്. ഒരു നിമിഷത്തേക്ക് നീ നന്നായെന്ന് ഞാൻ ഓർത്തു. ഇന്ന് കാണാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചാലോ? ഒരു വോയിസ് ഇടാം. ഹലോ, ഗുഡ് മോർണിംഗ്. അതെ, എനിക്ക് ചേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. സീരിയസ് ആണ്. Can we meet? ഇവിടെ ഒരു മീറ്റ് സെറ്റപ്പ് ചെയ്യാൻ നോക്കുമ്പോ മമ്മിയുടെ ഒരു മീറ്റ് വരുന്നു. ഹായ്. കുറെ നേരമായി വന്നിട്ട്. സോറി അർജുൻ, ഞാൻ കാരണം കുറച്ച് ലേറ്റ് ആയിപ്പോയി. വീട്ടിൽ നിന്ന് ചാടാൻ കുറച്ച് ടാസ്ക് ആണേ. ഏയ് അത് സാരില്ല, ഞാൻ ഒരു 15 മിനിറ്റ് ആയിട്ടുള്ളൂ എത്തിയിട്ട്. ആണോ? എന്നാ നിങ്ങൾ സംസാരിക്ക്, ഞാൻ തൊഴുതിട്ട് വരാം. ഞാൻ പുറത്തുണ്ടാവും, നീ അങ്ങോട്ട് വന്നാൽ മതി. ആടെ ശരി, ഞാൻ അർച്ചന അഴിപ്പിച്ചിട്ട് വരാം. ഹേയ്, ഞാൻ അതർ. ഹായ്. എന്നെ മനസ്സിലായോ? അന്ന് മെറിൻ്റെ സ്കൂളിൽ ആനുവൽ ഡേക്ക് വെച്ച് കണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോഴും ഓർമ്മയുണ്ടോ? അല്ല, അത് മെറിൻ അവൾ പറയാറുണ്ട്. പിന്നെ ഇൻസ്റ്റയിൽ ഞാൻ ഫോളോ, അത് അവളെ റിക്വസ്റ്റ് അയച്ച ഞാൻ. അല്ല, താനെന്തിനാ ഇങ്ങനെ പേടിക്കുന്നു? ഏയ് അങ്ങനെയൊന്നുമില്ല. അമ്പലത്തിലേക്ക് എന്താ? ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് വന്നതാ. അവളുടെ ലവറെ കാണാനായിട്ട്. ഞാൻ എന്നാ പോട്ടെ. പോണോ? ഫ്രണ്ട് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവോ? നീ ഇവിടെ നിൽക്കുവാണോ? ഞാൻ അവിടേക്ക് നിന്നെ നോക്കി നടക്കുമായിരുന്നു. ആരാടി ഇത്? ഇത് അതർ, മെറിൻ്റെ സ്കൂളിൽ പഠിക്കുന്നതാ. ഹായ്, ഞാൻ പ്രീന.
വീട്ടിലെത്തിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും. ഓക്കെ, ബൈ ബൈ. ബൈ എന്നാ. ശരി ബൈ. അന്നമ്മോ, ചെക്കൻ ലുക്കാണല്ലോ. അതിന് ഓ എൻ്റെ ദൈവമേ, അവൻ വന്ന് സംസാരിച്ചപ്പോൾ എൻ്റെ ജീവൻ പോയി. അവനെന്താ നിന്നെ പിടിച്ച് കടിച്ചോ? ഇല്ല മാന്തി. ഒന്ന് വേഗം പോവോ, എനിക്ക് ലേറ്റ് ആവുന്നു. നീ തെറി പറയില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ തമ്മിൽ നല്ല മാച്ച് ആയിരുന്നു. നീ ഇതെന്തൊക്കെയാ പറയുന്നേ? പ്ലസ് ടുന് പഠിക്കണ ചെക്കന്. ചെക്കൻ തന്നെയല്ലേ, അല്ലാണ്ട് പെണ്ണൊന്നുമല്ലല്ലോ. എന്റെ പൊന്നല്ലേ, നീ ഈ 70-ാം നൂറ്റാണ്ടിൽ ഇതൊന്ന് പുറത്തേക്ക് വരോ? എടി, ഒരാളോട് ഇഷ്ടം തോന്നുന്നേക്ക് ഒരു തെറ്റായിട്ടുള്ള ഒരു കാരണമല്ല. ഇഷ്ടം ഉണ്ടായിട്ടും ഏജും റിലീജിയനൊക്കെ നോക്കിയിരിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. പീക്കു, നീ ഇതെന്തൊക്കെയാ പറഞ്ഞു വരുന്നത്? എടി, മെറിന് അവനെ ഇഷ്ടാ. അവര് തമ്മിൽ സെറ്റ് ആവട്ടെ. പോരാത്തതിന് അവരെ തമ്മിൽ സെറ്റാക്കി കൊടുക്കാൻ ഐഡിയ ചോദിച്ചേക്കണം എൻ്റെ അടുത്തു. ആ ബെസ്റ്റ്, മെറിനല്ല ഇഷ്ടം, അല്ലാണ്ട് അവനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, അവന് നിന്നോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്, അത് ഉറപ്പാ. പീക്കു മതി, നമുക്ക് ഈ സംസാരം ഉടച്ചു നിർത്താം. ഓക്കെ, ഞാനൊന്നും പറഞ്ഞില്ല. എന്നാ നീ ഇറങ്ങിക്കോ. എടി, ആ ചന്ദനം തുടച്ചു വന്നിട്ട് പോ. ദൈവമേ പെട്ടേനെ. എന്നാ ബൈ, നാളെ ക്ലാസ്സിൽ കാണാം. അമ്മേ, ഫുഡ് തരോ? വാ നീ. മോനെ കഴിച്ചിട്ടിരുന്ന് പഠിക്കട്ടോ, നാളെ എക്സാം തുടങ്ങണല്ലേ. പിന്നെ ഉണ്ടല്ലോ, ഈ ഫീസ് കൊണ്ടുപോയി കൊടുത്തേക്ക് നീ. നിന്റെ സാറിന് ഞാൻ വഴി വെച്ച് കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു നീ ഇനി വരുന്നില്ലെന്ന്. എന്നിട്ട് അയാൾ എന്നോട് ഫീസ് ചോദിച്ചില്ല, അമ്മനെ വിളിച്ച് പറഞ്ഞേക്കുന്നു. കൊള്ളാം. എന്റെ മെറിനെ, എന്റെ ചെവി അടിച്ചുപോയി. അതെ, നാളെ തൊട്ട് ഫോൺ ഇങ്ങോട്ട് തന്നോളാം. പപ്പ ചെന്നൈയിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഫുൾ ടൈം ഫോണിലാണോ എന്ന്. അതിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. നീയേ വാലടിച്ചിട്ട് ഇവിടെ ഇരിക്കട്ടോ, ഞാൻ ഈ ചക്ക കൊണ്ട് എൽസൊക്കെ കൊടുത്തിട്ട് വരാം. ഞാനും വന്നു മമ്മി. നീ എന്തിനാ എൻ്റെ കൂടെ വന്നത്? നിനക്ക് ട്യൂഷൻ പോകണ്ടേ? മമ്മി, ട്യൂഷൻ 9 മണിക്കല്ലേ, 8:15 ആയിട്ടുള്ളൂ, പ്ലീസ്. ശരി ശരി, എന്നാ നീ ബുക്ക് ബാക്ക് എടുത്തിട്ട് വാ, അവിടെ നിന്ന് പോയാൽ മതിയല്ലോ. അപ്പോൾ അതർ കൃഷ്ണ കൃഷ്ണഗാഥയായി ഇന്നെൻ്റെ മാനസം ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. രാവിലെ തന്നെ വന്ന് നിന്നെ ബുദ്ധിമുട്ടിച്ചല്ലേ? പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഭക്ഷണം എടുക്കട്ടെ? ഭക്ഷണമൊന്നും എടുക്കണ്ടടി, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാ വന്നത്. ഞങ്ങളത് ഇത് തരാൻ വേണ്ടി വന്നതാ. പിന്നെ കുറേ ദിവസമായില്ല ഇങ്ങോട്ട് വന്നിട്ട്. അന്നമ്മേ, സുഖമല്ലേ? എനിക്ക് സുഖം തന്നെ. ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഒരു ചായ കുടിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ലല്ലോ, ഞാൻ ചായ എടുക്കാം. നിനക്ക് പിന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളും അല്ലേ. നീ വന്നില്ലെങ്കിലും എൻ്റെ മെറുങ്കൊച്ചി ഇവിടെ വരുന്നുണ്ടല്ലോ ഇടക്കിടക്ക്. നിനക്ക് നാളെ അല്ലേ എക്സാം? നാളെയാണ് ആ ദിവസം. ഞാൻ ചേച്ചിനെ പോയി ഹെൽപ്പ് ചെയ്യട്ടെ. ഇവളുടെ കാര്യം ഒന്നും പറയണ്ട എൽസേ, ഫുൾ ടൈം ഇറങ്ങി നടപ്പാണ്. എക്സാമിൻ്റെ വല്ല ചൂടും ഉണ്ടോ നോക്കാൻ പെണ്ണിന്. അവള് പ്രിപ്പയർഡ് ആയിരിക്കും. ഇവിടെ ഉള്ളത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, തലേ ദിവസം ഇരുന്നായിരുന്നു പഠിത്തം. അന്നമോക്ക് പഠിച്ച പെട്ടെന്ന് തലേ കയറും. ഇവക്കാണെങ്കിൽ ഒരു സീരിയസ്നെസ്സും ഇല്ല. ഇച്ചാൻ്റെ വായിരിക്കണം മൊത്തം കേൾക്കുന്ന ഞാൻ. അവള് കൊച്ചല്ലേടി, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതൊക്കെ ശരിയായിക്കോളും. എന്താ പറഞ്ഞേ ഒരു മൈൻഡില്ലാത്തത്? മൈൻഡില്ലെന്നോ? എനിക്കോ? പൊടി, നീ ലിപ്സ്റ്റിക്ക് തിന്നോ? ഇതെന്താണ് ഇന്ന് വേറൊരു ലുക്കില്? ട്യൂഷൻ തന്നെയല്ലേ ഇന്ന് പോകുന്നത്? കുറെ ഉണ്ടല്ലേ, എനിക്കും തോന്നി കുറച്ച് തൂത്ത് കളയാം. ട്യൂഷൻ പോകുന്നുണ്ട്, അത് കഴിഞ്ഞ് വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്. നമ്മളോടൊന്നും ഇപ്പൊ ഒന്നും പറയില്ലല്ലോ. അത് പറയാനാണല്ലോ ഞാൻ ഇങ്ങോട്ട് ഓടിച്ചാടി വന്നത്. ഫൈനലി ഞങ്ങളിന്ന് മീറ്റ് ചെയ്യുക. ആരായിട്ട്? അത് ശരി, അതർവായിട്ട് ചേച്ചി ഒന്നെല്ലാം മറന്നുപോയോ? അവൻ വരാന്ന് പറഞ്ഞു. പിന്നല്ലാണ്ട് 10:30 കാണാന്നാ പറഞ്ഞത്. പിന്നെ നമ്പറും കിട്ടി. ചേച്ചിയുടെ ഫോണിലും കൂടി നമ്പർ സേവ് ആക്കി വെച്ചോട്ടോ, നാളെ മമ്മി എൻ്റെ ഫോൺ മേടിച്ച് നോക്കും.
അപ്പൊ അവിടം വരെയൊക്കെ ആയി കാര്യങ്ങള്. ഷോ ഇനി ലവ്, മാരേജ്, പിന്നെ ഗുരുവായൂർ പോകും, പിന്നെ മാരേജ്, ചിൽഡ്രൻസ്. അതെന്താ 2 കല്യാണം? അല്ല, ഗുരുവായൂർ പോയിട്ട് ഒന്നും കൂടെ കല്യാണം കഴിച്ചിട്ട് ജഗന്ന ജഗന്നത ജഗ 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 ആ സംഭവം. പിന്നെ ഞാനങ്ങോട്ട് ഹിന്ദു അല്ലേ. ഓഹോ ഹോ, വാ അവിടെ പോയി ഇരിക്ക. ചേച്ചി ഒരു ഓൾ ദ ബെസ്റ്റ് പറ. അയ്യോ സോറി, ഓൾ ദ ബെസ്റ്റ്. വിജയിച്ചു വാ. ഞങ്ങൾക്കുണ്ടാവുന്ന കൊച്ചിന് ഞാൻ അന്വേഷിച്ചിട്ട് പേരിടും, അന്ന കൃഷ്ണൻ. ആൺകൊച്ചാണെങ്കിൽ കൃഷ്ണൻ അണ്ണൻ. ഓ സന്തോഷം, നടക്കങ്ങോട്ട്. എനിക്കിതെന്താ? എക്സ്ക്യൂസ് മീ സാർ, ഞാൻ ഫീസ് തരാൻ വേണ്ടി വന്നതാ. ആ അതർ, താനെന്താണ് ഒരു വാക്ക് പോലും പറയാണ്ട് അങ്ങോട്ട് നിർത്തിക്കളഞ്ഞ പെട്ടെന്ന്? അത് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാ. ശരി, നാളെയല്ലേ പരീക്ഷ തുടങ്ങുന്ന. ഓൾ ദ ബെസ്റ്റ്. മച്ചാനെ, നീ കറങ്ങി നടക്കുവാണോ? അവനെന്തേ? എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. വീട്ടിൽ 24 മണിക്കൂറും പഠിക്കുക എന്ന് പറഞ്ഞിട്ടിരിക്കണേ. പിന്നെ വീട്ടു സാധനം മേടിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ വണ്ടി എടുത്ത് അങ്ങോട്ട് ഇറങ്ങിയതാ. അവൻ വീട്ടിൽ കാണോടാ. നീ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളും ട്യൂഷൻ നിർത്തി. ആ കൊള്ളാം, എന്നാ നീ ചെല്ല്. ആദി, എന്തു വേണം? ആദി എന്താ ട്യൂഷൻ വരാത്തെ? ഐ മിസ്ഡ് യു. എക്സ്ക്യൂസ് മീ, ആർ യു ഫോർ റിയൽ ഗേൾ? വാട്ട്? ഞാൻ എന്ത് ചെയ്തു? നീ ചെയ്തതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഐ ആം ലിവിങ്. ആദി വെയിറ്റ്. നോക്കാനില്ല, എൻ്റെ പേര് അഥർവ് എന്നാണ്. അല്ലാണ്ട് നിനക്ക് തോന്നിയ പോലെ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. ടീനെ, ഞങ്ങളിന്ന് മീറ്റ് ചെയ്യാൻ പോവാ. ആണോ? ഓ, അവസാനം നീ ധൈര്യം സംഭരിച്ചല്ലോ. എവിടെ വെച്ചാ കാണുന്നേ? എത്ര മണിക്കാ? നമ്മുടെ ആ പ്ലേ ഗ്രൗണ്ടില്ലേ, അവിടെ വെച്ചിട്ടാ. ഓ പൊളിക്ക് മുത്തേ നീ. അത് ഞാൻ പൊളിക്കും. പിന്നെ നീയും കൂടെ വന്നു. ഞാനോ? ഞാനെന്തിനാ? ഇല്ലടി പന്നി, ഞാൻ ഒറ്റക്ക് പോവാം, എനിക്ക് പേടിയാണ്. അയാളപ്പം അത്രയാണ് പറഞ്ഞത്. നീ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വിളിച്ചിട്ട് നമ്മൾ ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടി പോവാന്ന് പറ. ആ ഓക്കെ. എടി ആരെങ്കിലും കാണോ? നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ കൂടെ പേടിപ്പിക്കല്ലേ. നിനക്ക് അന്ന ചേച്ചീനെയും കൂടെ വിളിക്കായിരുന്നു. അത് സീനാണ്. സാമുലങ്ങളോട് ആരെങ്കിലും പറഞ്ഞ ചേച്ചിക്ക് വെറുതെ വഴക്ക് കിട്ടും. പിന്നെ ചേച്ചിക്ക് ഇതിനോടൊന്നും ഇഷ്ടമില്ല. ഞാനായതുകൊണ്ട് ചേച്ചി ഒന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. എന്നാ വേണ്ട, വെറുതെ ചേച്ചിനെ വഴക്കേൽപ്പിക്കണ്ടല്ലോ. നീ അവനോട് എന്താ പറയാൻ പോകുന്നേ? ആ ടൈമിൽ എന്താ വായി വരുന്നേ അതങ്ങോട്ട് പറയാം. നീ ഇങ്ങോട്ട് പോന്നോ? മമ്മിയും സ്റ്റെഫി ആന്റിയും കൂടെ അതേ വീട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ടായിരുന്നു വഴി വെച്ച്. എടി ഇതൊന്ന് നോക്കിയേ, ഓക്കെ ആണോ? ഇനി അയാൾ എഴുതാൻ പറയൂ, എനിക്ക് വയ്യ. നോക്കട്ടെ. കമ്പാരിറ്റീവ്ലി ഓക്കെ ആണ്. ഇത് സെറ്റാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി എഴുതേണ്ട കാര്യമില്ല. സമാധാനമായി. നിന്റെ ഫേസൊക്കെ എന്താ ഡള്ളായിട്ടിരിക്കുന്നേ? കരഞ്ഞോ നീ? ഞാൻ എന്തിനാ കരയുന്നേ? ഞാൻ തുണി വിരിക്കാൻ വേണ്ടി ടെറസിൽ പോയിച്ച് ചിലപ്പോൾ വെയിലടിച്ചുകൊണ്ടായിരിക്കും ഡള്ളായിട്ടിരിക്കുന്നത്. അന്നെ, ഞാൻ രാവിലെ പറഞ്ഞത് നിനക്ക് ഫീലായോ? ഏയ്, ഞാൻ കൊച്ചിലെ എടുത്തു വളർത്തിയ എൻ്റെ മോളെപ്പോലെ എനിക്ക് മെറിൻ. അവൾക്ക് നല്ല വരുന്ന കാര്യം മാത്രമേ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൂ. ഇത്രയും നാളും അവളൊരു കാര്യത്തിന് എൻ്റെ അടുത്ത് വാശി പിടിച്ചിട്ടില്ല. അവൻ്റെ കാര്യം പറയുമ്പോഴും ഞാൻ ചോദിക്കുമായിരുന്നു നിനക്കിത് വേണമെന്ന്. പക്ഷെ അവളത് വേണമെന്നുകൊണ്ട് വാശി പിടിക്കുക. അതുകൊണ്ടാണ് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. പീക്കു ശരി, മെറിൻ നിന്റെ സിസ്റ്റർ, മോറോവർ നിനക്ക് മോളെ പോലെ. അപ്പൊ അതർവോ നിന്റെ മോനോ? അല്ല പിന്നെ. നിന്നോട് ഞാൻ അവരുടെ റിലേഷൻ ബ്രേക്ക് ചെയ്യാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കൊരു ഡൗട്ട് തോന്നി. നീ കോളേജിലൊക്കെ ബോയ്സിനോട് എന്താ സ്മാർട്ടായിട്ടാ സംസാരിക്കുന്നേ? ഇവൻ അഗ്നിയോട് വരെ. പിന്നെ ഇവൻ മാത്രം വന്ന് സംസാരിച്ചപ്പോ നിനക്കെന്തത്ര നെഞ്ചിരിപ്പ്? എനിക്കറിയില്ല. എനിക്ക് മെറിൻ്റെ ഹാപ്പിനെസ് ആണ് ഏറ്റവും വലുത്. പിന്നെ അവളിന്ന് അവനോട് പറയും. അവൻ ഓക്കെ ആണെങ്കിൽ അവർ റിലേഷൻഷിപ്പിലും ആവും. ഹലോ എടി, ഞാൻ വന്നോണ്ടിരിക്കുക. ശരി. എന്തെങ്കിലും നടക്കോ? അരമണിക്കൂറായി വെയിലത്ത് മാറി ഇരിക്കാൻ തുടങ്ങിയിട്ട്. നന്നണ്ടിരിക്കുവാന്നാ പറഞ്ഞ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇയാൾക്കൊന്ന് വേഗം വന്നൂടെ? എനിക്ക് പോയി കളയാൻ തോന്നുന്നുണ്ട്.
എടി ദേ വരുന്നു, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാവേ. ഹായ്. സോറി കേട്ടോ, എനിക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു, അതാണ് ലേറ്റ് ആയത്. എന്താ പറയാനുള്ളത് നിനക്ക്? ഓ അത് സാരമില്ല. ഞാൻ അത് പിന്നെ അതുണ്ടല്ലോ. ആ പോരട്ടെ, പറ. ആ, അതെ ചേട്ടാ, ഞങ്ങളുടെ പള്ളിയിലെ പള്ളിപ്പെരുന്നാളാണ്, അതിന് വരൂ. എന്ത്? നശിപ്പിച്ച്